നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ അയാളോട് കുറച്ച് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. അതിപ്പോ നീ ആരോടാ അല്ലാത്തത്? അങ്ങനെയാണെങ്കിലേ നീ വേറെ ചിലയിടത്തും മോശമായിട്ട് പെരുമാറുന്നുണ്ടല്ലോ. അവരുടെ അടുത്തൊന്നും എന്താ നീ മനസ്സ് കാണിക്കാത്ത? വേറെ ആരോട് മോശമായിട്ട് പെരുമാറിയുന്ന? ആഹാ, ആ പത്മൻ ടീച്ചറോട്. കത്തുകളിലൂടെ ഞാൻ വായിച്ചറിഞ്ഞ നിങ്ങളുണ്ടല്ലോ, ആ നിങ്ങളോട് എനിക്ക് ബഹുമാനം കൂടി വരാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. എന്റെ ഒരു അയൽവാസി, അയാളെ എന്ത് പേരിട്ടാ വിളിക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞോടും. വഴക്കളിയെന്നോ അഹങ്കാരിയെന്നോ എന്താ പറയാ, ഈ ലോകത്ത് താൻ കഴിഞ്ഞിട്ടേ മറ്റാരും ഉള്ളൂ എന്ന ഭാവക്കാരൻ. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ തമ്മിലൊന്ന് കൂട്ടിമുട്ടും. ചില തീപ്പൊരികൾ ഉണ്ടാവുകയും ചെയ്യും. എങ്ങനെ ഉണ്ടാവാതിരിക്കും? അതല്ലേ അയാളുടെ കയ്യിലിരിപ്പ്. ജീവിതത്തിലേക്ക് അനാവശ്യമായി വലിഞ്ഞു കയറി വന്ന ഒരുത്തി. നേരം വെളുക്കുന്നത് മുതൽ എന്റെ ചിന്തകൾ ഇല്ലാതാക്കിയാവുക. ഒരഹങ്കാരി. കഷ്ടകാലത്തിന് ഒരു എഗ്രിമെന്റ് എഴുതി ആ അഹങ്കാരത്തിന് 11 മാസം തലയിൽ വെച്ച് കെട്ടി. ഇനിയിപ്പോ സഹിച്ചല്ലേ പറ്റൂ. ഇടയ്ക്ക് അവളുമായിട്ട് തല്ലുകൂടുമ്പോ ഞാൻ ആലോചിക്കും, തന്റെ കത്തുകളൊക്കെ എടുത്ത് അവളെ ഒന്ന് കാണിച്ചു കൊടുത്താലോ എന്ന്. ഒരു നല്ല പെണ്ണ് എങ്ങനെയായിരിക്കണമെന്ന് ആ കഴുതയ്ക്ക് ഒരു തിരിച്ചറിവ് വേണമല്ലോ. എന്തെങ്കിലും നമ്മൾ തമ്മിൽ കാണണമെങ്കിൽ ആ മനുഷ്യനെ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ. അപ്പം മനസ്സിലാവും ഞാൻ ഈ പറഞ്ഞതൊക്കെ സത്യാണെന്ന്. പക്ഷെ ഒരു കാര്യം പറയാതെയും പറ്റില്ലല്ലോ. എനിക്കും എൻ്റെ മോൾക്കും അവളെ തീരെ ഇഷ്ടമല്ല. പക്ഷേ അവൾ എങ്ങനെയോ അമ്മാവന്റെ മനസ്സ് കീഴടക്കിയിട്ടുണ്ട്. അമ്മാവൻ അവളെക്കുറിച്ച് നല്ലത് മാത്രമേ പറയൂ. ഈ കൈവിഷത്തിലൊന്നും വിശ്വാസമില്ലാത്ത ആളാ ഞാൻ. പക്ഷേ അമ്മാവന്റെ മാറ്റം കാണുമ്പോൾ ഇനി അതിലും വിശ്വസിക്കണമെന്ന് തോന്നിപ്പോവുക. ഞാനീ പറയുന്ന കുഴപ്പക്കാരനില് ഒരു നല്ല മനുഷ്യനുണ്ടെന്ന് പറയുന്ന ഒരാളുണ്ട് കേട്ടോ, എന്റെ അമ്മ. അമ്മ അയാളെ എപ്പോഴും ന്യായീകരിച്ചുകൊണ്ടിരിക്കും. അതെന്ത് മായാജാലാണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. തൽക്കാലം ഞാൻ ഇവിടെ വെച്ച് നിർത്താണ്. ഇനിയുള്ള വിശേഷങ്ങൾ ഞാൻ അടുത്ത കത്തിലെഴുതാം. ഇനിയുള്ള കത്തുകളെങ്കിലും നേരിട്ട് അങ്ങോട്ടെത്തും എന്ന പ്രതീക്ഷയിൽ ആരാധിക്കാം. ഇനി എഴുതാം, ഇനിയും കാത്തിരിക്കാം. കാറ്റലകൾ എന്നെ തേടി എത്തുമ്പോഴെല്ലാം അതിൻ്റെ കൂടെ താനുമുണ്ട്. ശുഭരാത്രി എന്ന് ഹരി.
ടീച്ചറുടെ കുത്തേറ്റ് കമ്പനി ജീവനക്കാരൻ മരിച്ച്. ആ അത് മിക്കവാറും ഇവിടെയും നടക്കും. വാർത്തകളുടെ കാര്യം ഒന്നും പറയണ്ട. അതെ, എനിക്ക് ഓഫീസിൽ കുറച്ച് ജോലികളുണ്ട്. അത് ഇവിടെ ഇരുന്നൊന്ന് ചെയ്തു തീർക്കണം. നീ ചെയ്തു. ഞാനല്ലെങ്കിലും ബുദ്ധിമുട്ടിച്ചാ? അതല്ല, പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഒരാളും കൂടി ഉണ്ടാവും. അതാര്? ആ വാക്യൂം ക്ലീനർ കൊണ്ടുവന്ന ആളില്ലേ, ജീവൻ. അയാളെ ഞാൻ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. അതെന്തിന്? അയാളല്ലേ അന്ന് മോളെ രക്ഷിച്ചത്. ഓ, അതിന്റെ ഒരു സന്തോഷത്തിന് വിളിച്ചത്. അത് മാത്രമല്ല, അയാൾ കുറെ കാലം സുഖമില്ലാതെ കിടന്നൊരുത്തിന് ഇപ്പൊ അതിൽ നിന്നൊന്ന് പുറത്ത് വന്നതേ ഉള്ളൂ. പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. എന്തിന് അയാളുടെ വീട്ടുകാരെയോ ബന്ധുക്കളെയോ ഒന്നും അയാൾക്ക് ഓർത്തെടുക്കാൻ പോലും പറ്റുന്നില്ലെന്ന്. ചുരുക്കി പറഞ്ഞ അയാളുടെ ഉത്തരവാദിത്വം നീ ഏറ്റെടുത്തു അല്ലേ? അങ്ങനെയൊന്നും അല്ല. പിന്നെ എങ്ങനെ? ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു, അത്രേ ഉള്ളൂ. ഓ, ഞാൻ അയാളോട് കുറച്ച് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. അതിപ്പോ നീ ആരോടാ അല്ലാത്തത്? അങ്ങനെയാണെങ്കിലേ നീ വേറെ ചിലയിടത്തും മോശമായിട്ട് പെരുമാറുന്നുണ്ടല്ലോ. അവരുടെ അടുത്തൊന്നും എന്താ നീ മനസ്സ് കാണിക്കാത്ത? വേറെ ആരോട് മോശമായിട്ട് പെരുമാറിയെന്ന്? ആഹാ, ആ പത്മൻ ടീച്ചറോട്. നിസ്സാര പ്രശ്നങ്ങളാണോ നീ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്? ആണോ? എന്ത് പ്രശ്നങ്ങൾ വന്നാലും അവസാനം അത് പത്മൻ ടീച്ചറിൽ കൊണ്ട് വെക്കണ്ട. ദേ, ജീവൻ പത്മയെ പോലൊരു ശല്യക്കാരനൊന്നും അല്ല. ആഹാ, അല്ലേ? പത്മൻ നിന്നെ എന്ത് ശല്യം ചെയ്തെന്നാ? അതെ, എനിക്കിപ്പൊ പത്മപുരാണം കേൾക്കാനുള്ള സമയമില്ല. ഓ, അയാൾക്കൊരു ഉച്ചയൂണ് തയ്യാറാക്കാൻ അമ്മാവനെ കൊണ്ട് പറ്റൂല്ലയോ? അതോ ഞാൻ ഇനി വെളിയിൽ നിന്ന് വല്ലതും വാങ്ങണോ? അതാ എന്റെ ചോദ്യം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.